ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 8-ൻ്റെ ചാപ്റ്റർ 2-ലെ പേജ് നമ്പർ 44-ലെ ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ 4th ക്വസ്റ്റ്യൻ മുതലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. എക്സാമിൻ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബിലോ ആൻഡ് ഫൈൻഡ് ഔട്ട് ഇഫ് ഇറ്റ് ഈസ് ഓൾവേസ് ട്രൂ, ഓൺലി സംടൈംസ് ട്രൂ ഓർ നെവർ ട്രൂ. എക്സ്പ്ലെയിൻ യുവർ റീസണിങ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതിലേതാണ് എന്ന് നമ്മൾ പറയണം. നമ്മുടെ റീസൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്യൂബ് നമ്പേഴ്സ് ആർ ഓൾസോ സ്ക്വയർ നമ്പേഴ്സ്. അതായത് ക്യൂബ് നമ്പേഴ്സ് എല്ലാം സ്ക്വയർ നമ്പേഴ്സുമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓൾവേസ് ട്രൂ, ഓൺലി സംടൈംസ് ട്രൂ, നെവർ ട്രൂ, ഇതിലേതാണ് എന്ന് നമ്മൾ പറയണം. അപ്പോൾ ക്യൂബ് നമ്പേഴ്സ് എല്ലാം സ്ക്വയർ നമ്പേഴ്സ് ആണോ? അപ്പോൾ ഞാനിവിടെ 64 എടുക്കുന്നു. 64നെ നമുക്ക് എങ്ങനെ എഴുതാം? 2⁻6 ആണ് 64 എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് 2⁻3² എന്ന് എഴുതാം. അതേപോലെ 2⁻2³ എന്ന് എഴുതാം. ഇതെന്താണ്? ക്യൂബുമാണ് സ്ക്വയറുമാണ് അല്ലേ? അതായത് 64 എന്ന് പറയുന്നത് 8 8 are 64, അപ്പോൾ സ്ക്വയർ ആയിട്ട് വരും. അതേപോലെ 4ൻ്റെ ക്യൂബ് എടുത്താലും നമുക്ക് 64 കിട്ടും. അപ്പോൾ 64 നമുക്ക് ഓൾവേസ് ട്രൂ ആണ് എന്ന് പറയാം. പക്ഷേ നമ്മൾ 8 എടുത്താലോ? 8 എടുത്തു കഴിഞ്ഞാൽ 8 എന്ന് പറയുന്നത് നമുക്ക് 2³ എന്ന് എഴുതാം. പക്ഷേ ഇതിനെ നമുക്ക് സ്ക്വയർ ആയിട്ട് എഴുതാനായിട്ട് സാധിക്കില്ല. 8 എന്ന് പറയുന്നത് ഒരു ക്യൂബ് നമ്പറാണ്, പക്ഷേ സ്ക്വയർ അല്ല. അപ്പോൾ ഇത് നമുക്ക് ഓൾവേസ് ട്രൂ പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നമുക്ക് എന്ത് പറയാം? ഓൺലി സംടൈംസ് ട്രൂ എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് വൺ ഓൺലി സംടൈംസ് ട്രൂ. ഇനി സെക്കൻഡ് വൺ, 4th പവേഴ്സ് ആർ ഓൾസോ സ്ക്വയർ നമ്പേഴ്സ്. അതായത് 4th പവറിൽ വരുന്നത് സ്ക്വയർ നമ്പേഴ്സ് ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരെണ്ണം എടുത്ത് നോക്കാം. 5⁴ എടുത്ത് നോക്കാം. 5⁴ എടുത്താൽ ഇതിനെ 5² എന്ന് എഴുതാം. 5² ഈസ് 25. 25ൻ്റെ സ്ക്വയർ വരും. അപ്പോൾ 4th പവേഴ്സ് എന്താണ്? സ്ക്വയർ നമ്പേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് ഓൾവേസ് ട്രൂ എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്തത് തേർഡ് വൺ, ദ 5th പവർ ഓഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ദി ക്യൂബ് ഓഫ് ദാറ്റ് നമ്പർ. അതായത് ഒരു നമ്പറിൻ്റെ 5th പവറിലുള്ള ഒരു നമ്പറിനെ ആ നമ്പറിൻ്റെ ക്യൂബ് കൊണ്ട് ഡിവിസിബിൾ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു നമ്പർ എടുക്കുന്നു. ഞാനിവിടെ നമ്പറിന് പകരം A ആയിട്ട് എടുക്കുന്നു കേട്ടോ. A⁵5. A⁵5നെ നമുക്ക് എങ്ങനെ എഴുതാം? A⁵3 × A⁵2 എന്ന് എഴുതാം. അതായത് A⁻m × A⁻n ഈസ് A⁻m+n. അങ്ങനെയാണ് A⁵5 കിട്ടുന്നത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? A⁻3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? A⁻2. അപ്പോൾ ഒരു നമ്പറിൻ്റെ 5th പവറിനെ എപ്പോഴും നമുക്കതിൻ്റെ ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ദിസ് ഈസ് ഓൾവേസ് ട്രൂ. ഇനി അടുത്തത്, ദ പ്രൊഡക്റ്റ് ഓഫ് 2 ക്യൂബ് നമ്പേഴ്സ് ഈസ് എ ക്യൂബ് നമ്പർ. അതായത് 2 ക്യൂബ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എപ്പോഴും ഒരു ക്യൂബ് നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. 8 എന്ന് പറയുന്നത് എന്താണ്? 2³ ആണ്. 27 എന്ന് പറയുന്നത് എന്താണ്? 3³ ആണ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2³ × 3³ എന്ന് പറയുന്നത് എന്താണ്? 2 × 3 6³ ആണ്. ഓക്കെ. അപ്പോൾ 2 ക്യൂബ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ക്യൂബ് നമ്പർ തന്നെ കിട്ടും. 8 × 27 ഈസ് 216. 216 എന്ന് പറയുന്നത് 6³ ആണ്. അപ്പോൾ 4th വണ്ണും എന്താണ്? ഓൾവേസ് ട്രൂ. ഇനി അടുത്തത് 5th വൺ, Q⁴46 ഈസ് ബോത്ത് എ 4th പവർ ആൻഡ് എ 6th പവർ. Q ഈസ് എ പ്രൈം നമ്പർ. അപ്പോൾ Q⁴46 എന്ന് പറയുന്നത് 4th പവറുമാണ് 6th പവറുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. Q ഒരു പ്രൈം നമ്പറാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് Q⁴46നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? 4th പവറും 6th പവറും വരണമെങ്കിൽ എന്ത് വരണം? ഈ 46നെ നമുക്ക് 4ൻ്റെയോ 6ൻ്റെയോ മൾട്ടിപ്പിളായിട്ട് എഴുതാനായിട്ട് കഴിയണം. അപ്പോൾ ഈ 46 4 കൊണ്ടും ഡിവിസിബിൾ അല്ല, 6 കൊണ്ടും ഡിവിസിബിൾ അല്ല ഇല്ലേ? 4ൻ്റെ മൾട്ടിപ്പിളിനകത്ത് 46 വരുന്നുണ്ടോ? ഇല്ല. 6ൻ്റെ മൾട്ടിപ്പിൾസിലും വരുന്നില്ല. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാൻ കഴിയണം? Q⁴
4 the whole raised to 6 എന്നൊന്നെങ്കിൽ എഴുതാൻ കഴിയണം, അല്ലെങ്കിൽ q raised to 6 the whole raised to 4 എന്ന് എഴുതാൻ കഴിയണം. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയില്ല, കാരണം 6 4s are 24 ആണ്, 46 അല്ല. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ എഴുതാനായിട്ട് കഴിയില്ല. അപ്പോൾ സിൻസ് 46 is not divisible by 4 or 6, therefore there is no prime number q such that q raised to 46 is both a perfect 4th power and a perfect 6th power. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എന്തെഴുതാം, നെവർ ട്രൂ എന്ന് എഴുതാം, നെവർ ട്രൂ. അപ്പോൾ 5th വൺ നെവർ ട്രൂ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് 5th ക്വസ്റ്റ്യൻ. സിംപ്ലിഫൈ ആൻഡ് റൈറ്റ് ദീസ് ഇൻ ദി എക്സ്പോണൻഷ്യൽ ഫോം. ഈ തന്നിരിക്കുന്നതിനെ എക്സ്പോണൻഷ്യൽ ഫോമിൽ സിംപ്ലിഫൈ ചെയ്ത് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10 raised to -2 into 10 raised to -5. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 10 raised to -2 into 10 raised to -5നെ ഇത് ഏത് ഫോമിലാണ്, a raised to m into a raised to n, ദാറ്റ് ഈസ് a raised to m plus n എന്ന് വരും അല്ലേ. അതായത് 10 raised to m plus n, അപ്പോൾ -2 plus -5 is equal to 10 raised to -7. അപ്പോൾ ഇത് നമുക്ക് 10 raised to -7 എന്ന് കിട്ടി. അടുത്ത സെക്കൻഡ് വൺ 5 raised to 7 divided by 5 raised to 4. ഇത് ഏത് ഫോമിലാണ്, a raised to m divided by a raised to n, that is a raised to m minus n. അപ്പോൾ ഇതെന്ത് വരും, 5 raised to 7 minus 4 is equal to 5 raised to 3. അപ്പോൾ സെക്കൻഡ് വൺ നമുക്ക് 5 raised to 3 എന്ന് കിട്ടി. അടുത്ത തേർഡ് വൺ ഈസ് 9 raised to -7 divided by 9 raised to 4. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെയും a raised to m divided by a raised to n ആണ്. അപ്പോൾ ഇതിനെ a raised to m minus n എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും, 9 raised to -7 minus -4. ഓക്കെ, is equal to 9 raised to -13. ഇവിടെ നമുക്ക് 9 raised to -13 എന്ന് കിട്ടി. ഇനി അടുത്തത് ഫോർത്ത് വൺ 13 raised to -2 the whole raised to -3. ഇത് ഏത് ഐഡൻറ്റിറ്റിയുടെ ഫോമിലാണ്, a raised to m the whole raised to n is equal to a raised to mn. അപ്പോൾ നമ്മുടെ ഈ ഐഡൻറ്റിറ്റീസ് എല്ലാം അറിഞ്ഞെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്ത് വരും, 13 raised to -2 into -3 is equal to 13 raised to 6. അടുത്തത് m raised to 5 n raised to 12 mn raised to 9. ഇതാണ് നമ്മുടെ 5th ക്വസ്റ്റ്യൻ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, m raised to 5 into n raised to 12 ഇല്ലേ, m raised to 5 n raised to 12 into ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, m raised to 9 n raised to 9 എന്ന് എഴുതാം is equal to. ഇനി നമ്മൾ ഈ m ഉള്ളതിനെ ഒരുമിച്ച് എഴുതുന്നു. അതായത് m raised to 5 m raised to 9 into n raised to 12 n raised to 9 എന്ന് എഴുതുന്നു. ഇതിപ്പോൾ a raised to m into a raised to n, that is a raised to m plus n. അപ്പോൾ എന്ത് വരും, m raised to 5 plus 9 into n raised to 12 plus 9 is equal to m raised to 14 n raised to 21. Next, question number 6. If 12 raised to 2 is equal to 144, what is 1.2 square? അപ്പോൾ 12 സ്ക്വയർ എന്ന് പറയുന്നത് 144 ആണ്. അങ്ങനെയാണെങ്കിൽ 1.2 സ്ക്വയർ എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് 1.2 സ്ക്വയർ. 1.2വിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1.2 എന്ന് പറയുന്നത് 12/10 ആണ് അല്ലേ. അതായത് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ്സ് ആണോ ഉള്ളത് അതനുസരിച്ചുള്ള 0 നമ്മൾ താഴെ ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ 12/10. ഇപ്പോൾ സ്ക്വയർ ഉണ്ട്, അതുകൊണ്ട് സ്ക്വയറും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 12 സ്ക്വയർ ബൈ 10 സ്ക്വയർ എന്ന് എഴുതാം. 12 സ്ക്വയർ ഈസ് 144, 10 സ്ക്വയർ ഈസ് 100. അപ്പോൾ 144/100 എന്ന് വെച്ചാൽ എന്താ, ഇവിടെ 2 zeros ആണ്. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 പ്ലേസസ് മാറി നമ്മൾ ഇടും. അപ്പോൾ 1.44 എന്ന് കിട്ടും. ഇനി അടുത്തത് സെക്കൻഡ്
സെക്കൻഡ് വൺ ഈസ് 0.12 സ്ക്വയർ എന്താണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 0.12 സ്ക്വയർ, ഇതിനെ 0.12നെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്സ് ആണ്. അപ്പോൾ 12/100, ഡിനോമിനേറ്ററിൽ നമ്മൾ 2 zeros ഉള്ള നമ്പറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് 12 സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 സ്ക്വയർ എന്ന് എഴുതാം. 12 സ്ക്വയർ ഈസ് 144. 100 സ്ക്വയർ എന്താണ്? 1 ഇട്ടിട്ട് നമ്മൾ 4 zeros ഇട്ട് കൊടുക്കണം. ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്കിവിടെ 4 zeros ആയതുകൊണ്ട് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് 4 പ്ലേസസ് മാറിയാണ് നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഇടേണ്ടത്. അപ്പോൾ 0. ഇവിടെ നമുക്ക് 3 ഡിജിറ്റ്സേ ഉള്ളൂ. അപ്പോൾ 4 ഡിജിറ്റ്സ് ആക്കാൻ വേണ്ടി ഒരു 0യും കൂടെ ഇട്ട് കൊടുക്കുന്നു. 0.0144 എന്ന് കിട്ടി. ഇനി അടുത്തത് മൂന്നാമത്തത്, തേർഡ് വൺ, 0.012 സ്ക്വയർ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ 12 ഡിവൈഡഡ് ബൈ 1000 എഴുതുന്നു. 3 0 ഉള്ള നമ്പർ എഴുതുന്നു. ഇതിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 12 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1000 സ്ക്വയർ. 12 സ്ക്വയർ എന്ന് പറയുന്നത് 144 ഡിവൈഡഡ് ബൈ 1000 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ഇട്ടിട്ട് 6 zeros കൂടെ അപ്ലൈ ചെയ്യുന്നു. ഇസ് ഈക്വൽ ടു, ഇതെന്ത് വരും? ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞപ്പോൾ 6 ഡിജിറ്റ് വേണം. ഇവിടെ 3 ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 3 zeros കൂടെ ഇട്ട് കൊടുത്തിട്ട് 144 എഴുതുന്നു. ഇനി അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ. 120 സ്ക്വയർ ആണ്. 120 സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 120 × 120 ആണ്. അപ്പോൾ 12 × 12 144. എന്നിട്ട് 2 zeros കൂടെ ഇട്ട് കൊടുത്താൽ മതി.